വിഷു ബമ്പർ നറുക്കെടുപ്പിൻ്റെ ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് VC 490 987 എന്ന ടിക്കറ്റിനാണ് ലഭിച്ചിരിക്കുന്നത്. വിജിൻ ചേരുന്നു. വിജിൻ, നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷമ്മി, വിഷു ബമ്പറിൽ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ആലപ്പുഴയിലുള്ള ഭാഗ്യശാലിക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴയിൽ തന്നെയുള്ള ആളാണോ എന്നറിയില്ല. ആലപ്പുഴയിൽ വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം ലഭിച്ച നമ്പർ എന്ന് പറയുന്നത് VC 490987 എന്നുള്ളതാണ്. മറ്റ് 6 നമ്പറുകൾക്കാണ് 1 കോടി രൂപ വീതമുള്ള രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അത് VA 2052 72 ഒപ്പം തന്നെ VB സീരീസിലെ 2999 ഒപ്പം VC 523085 VD 154182 VE 565485 VG 654490 എന്ന നമ്പറുകൾക്കാണ് രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 1 കോടി രൂപയാണ് രണ്ടാം സമ്മാനം. മൂന്നാം സമ്മാനമായി VA 161472 എന്ന ടിക്കറ്റിനും ഒപ്പം തന്നെ VA 160472 VB 125395 VC 736469 VD 367949 VE 171235 എന്നീ ടിക്കറ്റുകൾക്കാണ് മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്നത് അല്പസമയത്തിനകം പുറത്തു വരികയുള്ളൂ. ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴയിൽ വിറ്റ ടിക്കറ്റിനാണ് എന്ന കാര്യം ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗ്യശാലി ആരെന്ന കാത്തിരിപ്പിലേക്കാണ് ഇനി കാര്യങ്ങൾ പോവുക. എന്തായാലും ടിക്കറ്റ് വിറ്റ ആളിന്റെ പേര്, ഏജന്റിന്റെ പേര് അനിൽകുമാർ എന്നാണ്. ആലപ്പുഴയിൽ വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. വിജിന് ഇതിൻ്റെ ഫലം വരാൻ വേണ്ടി ആകാംക്ഷാപൂർവ്വം ലക്ഷക്കണക്കിന് മനുഷ്യർ കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിൽ ഈ ഒരു ടിക്കറ്റിന് വേണ്ടി പോയവർക്ക് ആർക്കും ടിക്കറ്റ് ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. മുഴുവൻ ടിക്കറ്റും വിറ്റുപോയി എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? റെക്കോർഡ് വിൽപ്പന തന്നെയാണ് ഷമി. കഴിഞ്ഞ കാലങ്ങളിലും ഒപ്പം തന്നെ ഈ ബമ്പർ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റെക്കോർഡ് വിൽപ്പന എല്ലാ തവണയും ഉണ്ടാകാറുണ്ട്. അത് ആ രീതിയിൽ തന്നെയുള്ള വിൽപ്പനയാണ് ഇത്തവണയും നടന്നത്. എന്തായാലും ഇത്തവണ ആകെ ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് 72 ലക്ഷം ടിക്കറ്റാണ്. ഇതുവരെ വിറ്റുപോയത് 42 ലക്ഷം ടിക്കറ്റാണ്. അതിൽ ഇതുവരെ വിറ്റുപോയത് 41,84,893 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഏകദേശം ടിക്കറ്റ് പ്രിന്റ് ചെയ്തതിന് തൊട്ടടുത്ത് തന്നെ ആ നമ്പർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയും ഒക്കെ അതിനോട് സമാനമായ രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പന തന്നെയായിരുന്നു. ഇത്തവണയും ആ സമാനമായ രീതിയിൽ ഏകദേശം 42 ലക്ഷം ടിക്കറ്റ് പ്രിന്റ് ചെയ്തത് 41.25 ലക്ഷത്തിന് മുകളിൽ ഓളം ടിക്കറ്റുകൾ വിൽപ്പന നടന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അവസാന നിമിഷവും ടിക്കറ്റ് ലഭിക്കാനായി ആളുകൾ പരക്കം പായുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് പലയിടങ്ങളിലും തീർന്നതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുകയും ചെയ്തില്ല. എന്തായാലും ടിക്കറ്റ് വിൽപ്പനയിൽ ഈ വലിയ തരത്തിലുള്ള ഒരു കുതിച്ചാട്ടം ഉണ്ടാക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് കൂടുതൽ ഈ പ്രൈസുകൾ വർദ്ധിപ്പിച്ചതും ഒപ്പം തന്നെ സമ്മാന തുക വർദ്ധിപ്പിച്ചതും ഒപ്പം തന്നെ ഈ പ്രോത്സാഹന സമ്മാനവും രണ്ടാം സമ്മാനവുമെല്ലാം കൂടുതൽ 2, 3, 4, 5 സമ്മാനങ്ങളുമെല്ലാം കൂടുതൽ ആളുകൾക്ക് എത്തിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ക്രമീകരണമാണ് ഈ സമ്മാന ഘടനയുമായി വരുത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ബമ്പർ നറുക്കെടുപ്പുകളിൽ എല്ലാം ഒക്കെ അത്തരത്തിലായിരുന്നു. സമ്മർ ബമ്പറുമായി ഒക്കെ, ഓണം ബമ്പറിലും അതുപോലെ തന്നെ സംസ്ഥാന ബമ്പറിലും ഒക്കെ ഇത്തരത്തിൽ ഉള്ള മാറ്റങ്ങൾ വരുത്തിയതിന്റെ ഭാഗമായിട്ടാണ് വലിയ തരത്തിലുള്ള ഈ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന കൂടുതലായി നടക്കാനുള്ളൊരു കാരണം. അത് തന്നെയാണ് ഇത്തവണയും കാണാൻ കഴിഞ്ഞത്. ഈ വിഷു ബമ്പറിലും റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന ഏകദേശം ലോട്ടറി വകുപ്പ് പ്രിന്റ് ചെയ്തതിന് അടുത്ത് തന്നെ ഉള്ള വിൽപ്പന നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ലോട്ടറി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു റെക്കോർഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം. നേരത്തെ തന്നെ മന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇതിൽ ഏകദേശം 99% തുകയും ഈ സമ്മാനം അർഹരായവർക്കും ഒപ്പം തന്നെ ഈ ലോട്ടറി ഏജന്റുമാർക്കും ലോട്ടറി തൊഴിലാളികൾക്കും ഒക്കെ വിതരണം ചെയ്യുകയും അവരുടെ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്നതിനൊക്കെ മാറ്റിവെക്കും എന്ന് നേരത്തെ നിന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ആളുകളെ കൂടുതൽ ആകർഷിക്കാനാണ് ഇത്തരത്തിൽ സമ്മാന ഘടനയിൽ പൂർണ്ണമായും മാറ്റം വരുത്തിയത്. ഒന്നാം സമ്മാനം 12 കോടി രൂപ നൽകുമ്പോൾ തന്നെ രണ്ടാം സമ്മാനമായി 1 കോടി രൂപ 6 പേർക്കും ഒപ്പം തന്നെ മൂന്നാം സമ്മാനം അത്തരത്തിൽ ക്രമീകരിച്ച് കൂടുതൽ ആളുകളിലേക്ക് സമ്മാനം എത്തിക്കാനുള്ള ഒരു നടപടിയും ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ലോട്ടറി വിൽപ്പന ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഒന്നാം സമ്മാനം വിഷു ബമ്പറിൽ ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ വിറ്റ ടിക്കറ്റിനാണ്. ആരാണ് ആ ഭാഗ്യവാൻ എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. ഷമി.
വിജിൻ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓണം ബമ്പറോ അതുപോലെ വിഷു ബമ്പറോ ഒക്കെ തമിഴ്നാട്ടിലേക്ക് ഒന്നാം സമ്മാനം പോകുന്ന അത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ വന്ന് തമിഴ്നാട്ടിലേക്ക് ലോട്ടറി എടുത്തുകൊണ്ട് പോയ പലർക്കും സമ്മാനം അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കേരള ലോട്ടറി എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ജനകീയ ലോട്ടറിയാണ് എന്ന് പറയാം. കേരളത്തിൽ വിൽക്കുന്ന പോലെ തന്നെ തമിഴ്നാട്ടിലും ഈ ലോട്ടറി എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ തോതിൽ ലോട്ടറി കടകൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെത്തി ഈ ലോട്ടറി തമിഴ്നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ധാരാളമായി ഉണ്ട്. ഒന്ന്, സത്യസന്ധമായ ഒരു നറുക്കെടുപ്പ് നടക്കുന്നു, കൃത്യമായി സമ്മാനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത്. ഒപ്പം തന്നെ വിജിൻ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇതിൻ്റെ സമ്മാന ഘടനയിൽ വരുത്തിയിട്ടുള്ള മാറ്റം വലിയ തോതിൽ ആൾക്കാരെ കേരള ലോട്ടറിയിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു വിശദാംശങ്ങളൊന്ന് പറയാൻ കഴിയുമോ വിജിൻ? തീർച്ചയായും ഇതിൽ ആദ്യം ഘട്ടങ്ങളിൽ ഈ ബമ്പർ ലോട്ടറി വിൽപ്പന തുടങ്ങിയ ആദ്യ ഘട്ടങ്ങളിലൊക്കെ സമ്മാനവും രണ്ടാം സമ്മാനവും മാത്രം നൽകി എന്നതായിരുന്നു സമ്മാനഘടന എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇത് കൂടുതൽ അതിന്റെ സമ്മാനഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ രണ്ടാം സമ്മാനം ഉൾപ്പെടെയുള്ളവ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന, കൂടുതൽ ആളുകൾക്ക് നൽകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പുതിയ സമ്മാനഘടനയാണ് പരിഷ്കരിച്ചത്.